ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഇന്നത്തെ ദിവസത്തിൽ ഈശോയുടെ നിറസാന്നിധ്യവും സഹായവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 38-ാം തിരുവചനം: സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ആരെ ഈശോയ്ക്ക് യോഗ്യനല്ലാത്തതെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. സ്വന്തം കുരിശെടുത്ത് സ്വന്തം ത്യാഗങ്ങൾ, സഹനങ്ങൾ, ജീവിത പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അതൊരു ഭാരമായിട്ട് കണക്കാക്കാതെ അതെല്ലാം എടുത്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ ചെല്ലുന്നവനെ, അങ്ങനെ അനുഗമിക്കുന്നവനെ ശിഷ്യനാകാൻ യോഗ്യതയുള്ളൂ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വഴിമാറിപ്പോണ വ്യക്തിക്ക് സ്ഥാനമില്ല. ഇതെല്ലാം വഹിച്ചുകൊണ്ട് അവൻ്റേതായ രീതിയിലേക്ക് പോകുന്നവർക്ക് സ്ഥാനമില്ല. ഇതെല്ലാം വഹിച്ചിട്ട് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കാലടികളിലൂടെ മുന്നോട്ട് പോകുക. അനുഗമിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കണ്ണ് മുമ്പിൽ പോകുന്ന വ്യക്തിയിലേക്കും, കണ്ണ് ഈ ക്രിസ്തുവിലേക്കായിരിക്കും. ഈശോനെ നോക്കിക്കൊണ്ട് നിൻ്റെ ജീവിതം എടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോവുക. അവനാണ് ഉത്തമ ശിഷ്യനെന്ന ഈശോ പറഞ്ഞു വയ്ക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കണേ. ഈശോനെ അനുഗമിക്കുന്ന നീ എങ്ങനെയാ ഈശോനെ അനുഗമിക്കുക? ജീവിത ക്ലേശങ്ങളിൽ പതറുന്നുണ്ടോ? പരാതി വരുന്നുണ്ടോ? നിൻ്റെതായ വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടോ? വിലയിരുത്തുക, മുന്നോട്ട് പോവുക. ശിഷ്യത്വം നിൻ്റേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൊടുക്കുക. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജീവിത ക്ലേശങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം അപ്പുറത്ത് നിന്നെ തേടുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ കൃപ നൽകണം. ഈ ദിവസത്തിന് വേണ്ട സംരക്ഷണവും സമാധാനവും ശാന്തിയും എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.